പാർലറിൽ പോയിട്ട് എല്ലാവർക്കും ഹെയർ സ്പാ ഒന്നും ചെയ്യുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സ്പാ ചെയ്തപോലെ തന്നെ ഹെയർ നന്നായിട്ട് ഷൈനിങ് ആവാനും അതുപോലെ സോഫ്റ്റ് ആവാനും പറ്റിയൊരു ഹെയർ പാക്ക് ഉണ്ടാക്കിയാലോ. ഈ ഹെയർ പാക്ക് താരം പോകാനും അടിപൊളിയാണ് കേട്ടോ. ഞാനിത് ഉണ്ടാക്കിയത് എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടാണെങ്കിലും ഞാനും അവനും പിന്നെ എൻ്റെ മമ്മിയും എല്ലാം ഈ പാക്ക് യൂസ് ചെയ്തു കേട്ടോ. ഇതിനുവേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്ന ഉലുവയാണ് കേട്ടോ. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഉലുവ ഒരു 4 മണിക്കൂർ പച്ചവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ ഇത് അരയ്ക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അടുത്തതായിട്ട് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈരും പിന്നെ ഒരു മുഴുവൻ മുട്ടയാണ് കേട്ടോ. ഞാൻ ഒരു മുട്ട മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്, ഉണ്ണി മാറ്റി വെക്കുന്നില്ല. ഇത് രണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. അടുത്തായിട്ട് നമ്മൾ എടുക്കുന്ന ഇലകളാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കയ്യൂന്യത്തിൻ്റെ ഇല, തുളസി ഇല, പിന്നെ കറിവേപ്പില, ഇത് മൂന്നുമാണ്. ആര്യവേപ്പില ഉണ്ടെങ്കിലും നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആര്യവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ തലയിൽ പാക്ക് ഇടുന്നതിന് മുമ്പ് ഹെയർ ഒന്ന് നന്നായിട്ട് ഓയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും അതുപോലെ തന്നെ പാക്ക് ഇടുന്നതിന് മുമ്പും തലയിൽ ഓൾറെഡി ഉള്ള മറ്റേ ധാരണയ്ക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ടെയിൽ കോമ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വലിയ മൂർച്ച നിലത്തിൽ സാധാരണ സ്റ്റീലിൻ്റെ ടൈപ്പ് ഈ മറ്റേ നമ്മൾ ഈ ചെറിയ ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കില്ല, കുറച്ച് ഇത് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക സാധാ ടൈപ്പ് കത്തിയുണ്ടല്ലോ, ആ കത്തി വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്കാൽപ്പിലുള്ള ഈ മറ്റേ ഡാൻഡ്രഫും അതുപോലെ തന്നെ ഡെഡ് സെൽസ് എല്ലാം ഒന്ന് ഇളക്കിയെടുത്താൽ ഈ പാക്ക് ഇടുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെ താരന് ഇളക്കുന്ന ഓയിൽ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യണം കേട്ടോ. സ്കാൽപ്പ് ഒന്ന് വെറ്റായാൽ നമുക്ക് അങ്ങനെ ഇളക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പിൽ വേണം നമ്മളിങ്ങനെ ചിരണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം കുഞ്ഞുറങ്ങിയ സമയത്താണ് ഞാൻ ഈ പാക്ക് ഉണ്ടാക്കിയതും തലയിൽ ഇടുന്ന നോക്കി. അപ്പോൾ അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എനിക്കിതെല്ലാം കഴുകി കളഞ്ഞ് സെറ്റാവണം. ഇനിയിപ്പോൾ ഓയിൽ ചെയ്ത ഹെയറിലും സ്കാൽപ്പിലും നമുക്ക് ഈ പാക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ആദ്യം സ്കാൽപ്പിൽ ഓരോ സെക്ഷനായിട്ട് എടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഹെയറിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഹെയറിൻ്റെ എൻഡിൽ തൂക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഒരുമാതിരിപ്പെട്ടവരെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഹെയർ ഓയിൽ ചെയ്യുമ്പോൾ എൻഡ് വിടുക എന്നുള്ളത്. നമ്മൾ എൻഡും കൂടെ നന്നായിട്ട് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഹെയറിൽ സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എണ്ണ ഇടുമ്പോഴും അതുപോലെ തന്നെ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ഹെയറിൻ്റെ എൻഡിൽ യൂസ് ചെയ്യണം. ഹെയറിന് നന്നായിട്ട് നോറിഷ് ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ കറിവേപ്പില വളരെ നല്ലതാണ്. താരനും ഡസ്റ്റും ഒക്കെ അടിഞ്ഞിട്ട് തലയിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ തുളസിയില നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കയ്യൂന്നിയും ഹെയർ ഗ്രോത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. സാധാരണ എണ്ണയിലൊക്കെ ഇടാറുള്ള ഇലയാണത്. തൈരിലും മുട്ടയിലും ഉള്ള പ്രോട്ടീൻ നമ്മുടെ ഹെയറിന് നന്നായിട്ട് നോറിഷ് ചെയ്യാനും അതുപോലെ തന്നെ ഹെയറിന് നല്ല സ്ട്രെങ്ത്തും കൊടുക്കും കേട്ടോ. തൈരിലുള്ള ലാക്റ്റിക് ആസിഡ് ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്ത് സ്കാൽപ്പിൽ നല്ല ക്ലീൻ ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉലുവ നമ്മുടെ ഹെയറിൻ്റെ എല്ലാ പ്രോബ്ലംസിനുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ. അതായത് ഹെയർ ഫോളിക്കിൾസ് നന്നായിട്ട് സ്ട്രെങ്ത് ചെയ്യും, ഹെയർ ഫാൾ റെഡ്യൂസ് ചെയ്യും, മുടി വളർച്ച നന്നായിട്ട് കൂട്ടും. അങ്ങനെ എല്ലാത്തിനും ഉലുവ നല്ല യൂസ്ഫുള്ളാണ്. അപ്പം നമ്മുടെ ഈ പാക്ക് യൂസ് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് തല വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. കുഞ്ഞ് നല്ല വഴക്കായതുകൊണ്ട് പിന്നെ ആഫ്റ്റർ വാഷ് റിസൾട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം എന്തായാലും നല്ല പാക്കാണ്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.